Hello. Welcome to Market Discussion of the Day. Today, January 6, 2025. Monday ആണ്, പുതിയ വീക്കാണ്. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ഫണ്ടമെൻ്റൽസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഭാഗത്ത് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് കലണ്ടർ ബേസിൽ ന്യൂസുകളൊന്നുമില്ല. പക്ഷേ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി സാറ്റർഡേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ്റർഡേത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മൺഡേയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം. കാരണം വെക്കേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ, പുതിയ ഇൻവെസ്റ്റേഴ്സ്, ഈ വർഷം പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട വലിയ ഫണ്ട് മാനേജേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും ഒക്കെ ഫണ്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്ന ടൈമാണ് ഈ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിനകത്ത് കൂടുതലും എന്താ പറയുക, വോളറ്റാലിറ്റി ഉണ്ടാക്കുന്നത് US ടൈമിങ്ങിലാണ്. അതായത് UK ടൈമിംഗ് 1:30 ശേഷം, ഇന്ത്യൻ ടൈമിംഗ് 6:30 ശേഷമായിരിക്കും കൂടുതലും ഫണ്ടുകൾ വരുന്നത്. അതും US മാത്രമുള്ള ടൈമിൽ, അതായത് യൂറോപ്പ് ക്ലോസ് ആവുന്ന സമയത്ത്, ഇന്ത്യൻ ടൈമിംഗ് 8:30 ശേഷം ഒരു എന്താ പറയുക, ഒരു ബിഗ് ഫ്ലോ ഓഫ് ഫണ്ട്സ് ഫ്രം കാനഡ ആൻഡ് US വിൽ ബി കമ്മിങ്. സോ അത് നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം. ആ ഒരു ടൈമിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. പറ്റുവാണെങ്കിൽ അതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ടെക്നിക്കൽസ് എല്ലാം നോക്കി ട്രേഡ് ചെയ്ത് അതിന് മുന്നേ ആയിട്ട്, US മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നത് കുറച്ചുകൂടെ ബെറ്റർ കാര്യമായിരിക്കും. കാരണം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊരു പിടിയുമില്ലാത്തൊരു ഒരു ടൈമായിരിക്കും അത്. അതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പിന്നീട് നമുക്ക് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഒക്കെ ചെറിയ ന്യൂസുകളുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. പക്ഷേ ഫ്രൈഡേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ പണ്ട് മുതലേ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് ഫ്രൈഡേ വരുന്നുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പഴയ നോൺ ഫാം പേറോൾ വെച്ച് നോക്കാൻ നേരത്ത് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ് ഈ ഫ്രൈഡേ വരുന്നതെന്നുള്ളത് ആണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം എന്താ വെച്ചാൽ ജോ ബൈഡൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് നോൺ ഫാം പേറോളാണ് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ നോൺ ഫാം പേറോൾ എന്താണ്? നോൺ ഫാം പേറോൾ പ്രസൻറ്റ്സ് ദ നമ്പർ ഓഫ് ന്യൂ ജോബ്സ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ ഗിവൺ മന്ത് ഇൻ ഓൾ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഓഫ് ദ US, റൈറ്റ്? സോ അങ്ങനെ, അതായത് കൂടുതൽ ജോബ് എത്ര പുതിയ ജോബ് ക്രിയേറ്റ് ആയി എന്നുള്ള ഇതിൻ്റെ ഡേറ്റയാണ് നോൺ ഫാം പേറോൾ ബേസിക്കലി. സോ ജോ ബൈഡൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഈ നോൺ ഫാം പേറോൾ ആയതുകൊണ്ടിട്ട് തന്നെ അവർക്ക് നല്ലൊരു എന്താ പറയുക, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളത് അവരുടെയും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? സോ ബേസിക്കലി അത് എന്തായിത്തീരും എന്നുള്ളത് ഭയങ്കരമായ ഒരു കൺഫ്യൂസിങ് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഫ്രൈഡേ അങ്ങ് മറക്കാം. ഫ്രൈഡേ നമുക്ക് ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ടെക്നിക്കൽസിലോട്ട് പോവാം. ഓക്കെ, സോ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. പക്ഷേ ഇന്ന് നമുക്ക് ഇന്ന് നാളത്തേക്കായിരിക്കും നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7th of January 2025 നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ഹെൽത്ത് പ്രോബ്ലം കാരണമാണ് നമ്മൾ നാളത്തേക്ക് ആക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇനിയും ഒരുപാട് പേര് എനിക്കിന്ന് രാവിലെയും തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെപ്പറ്റി. ഉറപ്പായിട്ടും ഞാൻ കോർഡിനേറ്റർ ആയിരിക്കും നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. ഓക്കെ, സോ ഇനിയും മെസ്സേജ് അയക്കാത്തുള്ള ആൾക്കാർ, ഇനി രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് എന്താ പറയുക, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ദ ടെക്നിക്കാലിറ്റീസ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിൽ തുടങ്ങുമ്പോൾ, JPY ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത്, അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയത് എവിടെയായിരുന്നു? നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ഇത് എത്രയാണ്, 157.137 ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ റിസ്ക് ഒരു സെല്ലെടുക്കാം. ഇവിടെ ഒരു ഉറപ്പായിട്ടും 158 നമുക്ക് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടിട്ട് 158 നമുക്ക് ഒരു സെല്ലെടുത്ത് 156 വരെ നമുക്ക് ആ ഒരു ടേക്ക് പ്രോഫിറ്റ് വെക്കാം എന്നുള്ളതാണ്. 156.5 ലെവലിലൊക്കെ. ഓക്കെ, വീണ്ടും നമുക്ക് 156 ബൈ ചെയ്ത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. 156 156.4 ഇടയ്ക്കാണെങ്കിൽ നമുക്ക് വീണ്ടും ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 157.9 മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു സെല്ലെടുത്ത് ചെയ്യാം എന്നുള്ളതാണ്. 158.
60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ JPYയിൽ എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ, അല്ലെങ്കിൽ US മാർക്കറ്റിൽ 158 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പണിംഗ് എങ്കിൽ നമുക്ക് ഒന്ന് മാറി ചിന്തിക്കേണ്ടി വരും. മാർക്കറ്റിനെ വെയിറ്റ് ചെയ്യുക. 162 വരെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സൂപ്പർ ഡൂപ്പർ സെല്ല് നമുക്കുണ്ട്. കാരണം JPYയുടെ ഓൾ ടൈം ഹൈ ആണ് 162. അപ്പോൾ അവിടെ നമുക്ക് സെല്ലെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ എൻജോയ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മുടെ യൂറോയിൽ വരുമ്പോൾ യൂറോ ഒരു ഭയങ്കര വൃത്തികെട്ട സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അറിയാം, എന്താ പറയുക, യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളിൽ, ജർമ്മനി ആണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറമേ എന്താണ്, റഷ്യയിൽ നിന്ന് വരുന്ന ആ ഒരു ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സപ്ലൈ നിന്നത് കാരണം യൂറോ ഒരുപാട് താഴെ പോയി എന്നുള്ളതാണ്. ഓക്കെ, യൂറോ ചിലപ്പോൾ ഇനിയും താഴോട്ട് പോയി യൂറോ ഈക്വൽ ടു USD ആ ഒരു ലെവൽ വരെ വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി വരെ നമ്മൾ ആക്ച്വലി കാണുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് യൂറോയിൽ നിന്ന് കഴിവതും മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. യൂറോയിൽ നമുക്കൊരു നല്ലൊരു ബൈ ഉറപ്പായിട്ട് 1.0700 മുകളിലായിട്ടാണ് നല്ലൊരു ബൈ ഉള്ളത്. ഓക്കെ, നമുക്കൊരു 1.0500 മുകളിൽ വേണമെങ്കിൽ നമുക്കൊരു ബൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. അവിടെ റിസ്കി ബൈ ആണ്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ 1.000 ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 20 ഇയേഴ്സ് ലോ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് യൂറോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP ഇപ്പോൾ നിൽക്കുന്നത് 1.2464 ഓക്കെ, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ UK ടൈമിംഗ് 10:57 അതായത് ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഏഷ്യ ക്ലോസ് ആയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4:30 മണിയായിട്ടുണ്ടാവും. അപ്പം എന്താ പറയുക, നമുക്ക് GBP നമുക്ക് കണ്ടു, ഇന്ന് നല്ലൊരു അപ് ട്രെൻഡ് നമ്മൾ GBPയിൽ കണ്ടു അല്ലേ. നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിൽ ഓപ്പണായി, ഓൾമോസ്റ്റ് 1.2410 വന്നു. അവിടെ നല്ലൊരു അപ് ട്രെൻഡ് കണ്ടു. ഇപ്പോൾ മാർക്കറ്റ് 1.2490 അവിടെ വെച്ച് 1.2500 അവിടെ വെച്ച് നമുക്ക് മാർക്കറ്റ് അവിടെ സ്ട്രഗിൾ ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ GBPയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയില്ല നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ചിലപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് 1.2500 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഒരു സമയത്ത് നമുക്ക് അവിടെ നിന്നൊരു നല്ലൊരു ബൈ ഉണ്ടാവും. അത് അറ്റ്ലീസ്റ്റ് 1 മാർക്കറ്റ് ഓപ്പണിങ്സിന്, അറ്റ്ലീസ്റ്റ് US ഓപ്പണിങ്ങിന് നമുക്ക് 1.2500 മുകളിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് നല്ലൊരു ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സപ്ലൈ നിർത്തിയതിൻ്റെ കാരണത്താൽ എന്തെങ്കിലും അത് നമ്മുടെ യൂറോയിനെ അഫക്റ്റ് ചെയ്യും, GBPനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അഫക്റ്റ് ചെയ്താലും യൂറോയിൽ അതൊരു 3 മാസത്തെ ഒരു ലോങ്ങർ ടേമിലായിട്ട് അത് അഫക്റ്റ് ചെയ്യുമെങ്കിൽ GBPനെ അത് ഒരിക്കലും ഒരു ലോങ്ങർ ടേമിൽ അഫക്റ്റ് ചെയ്യത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം GBP ഉറപ്പായിട്ട് ഒരു ഭയങ്കര നല്ല സ്റ്റേബിളായിട്ടുള്ള ഒരു കറൻസി തന്നെയാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് GBP ഇപ്പോഴും നമുക്ക് ബൈ സൈഡിൽ മാത്രം നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ കമ്മിങ് ടു ഗോൾഡ്. നമ്മൾ ഗോൾഡിനകത്ത് ശനിയാഴ്ച പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഗോൾഡ് 2660 റെസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ന് മാർക്കറ്റ് ഓപ്പണായി. മാർക്കറ്റ് ഓൾമോസ്റ്റ് വീണ്ടും എവിടെ വരെ പോയി, 2636-39 ക്ലോസ് ആയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. അതിന് നിന്ന് 47 വരെ പോയി. പിന്നെ താഴോട്ട് പോയി 25 വരെ മാർക്കറ്റ് ഇന്ന് രാവിലെ പോകുന്നത് നമ്മൾ കണ്ടു അല്ലേ. വീണ്ടും ഇപ്പോൾ ഈ ഏഷ്യ ഓപ്പണായ സമയത്ത്, ഏഷ്യ ക്ലോസ് ആയ സമയത്ത് മാർക്കറ്റ് ഈ ഒരു പോയിന്റിലായിരുന്നു, 2630 മുകളിലായിരുന്നു ഏഷ്യ ക്ലോസ് ആയ സമയത്ത്. സോ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ 2630 വീണ്ടും ഒരു ബൈ ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഗോൾഡിലെ ഇപ്പോഴത്തെ പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് നമുക്കുള്ളത് 2620 ഓക്കെ, 2620-22 റേഞ്ചിൽ വേണമെങ്കിൽ നമുക്കൊരു ബൈ ലിമിറ്റ് എടുത്ത് വെക്കാം. ഓക്കെ, 2215 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. പക്ഷേ എന്താ പറയുക,
ഇപ്പോൾ മാർക്കറ്റ് താഴെ വരെ പോവാത്തത് കൊണ്ടിട്ടും ഒരു ക്യാൻഡിൽ പോലും മാർക്കറ്റ് ഓപ്പണിങ്ങിന് ഒരു ക്യാൻഡിൽ പോലും 2630 താഴെ സ്റ്റാർട്ട് ചെയ്യാത്തത് കാരണം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു നല്ലൊരു ബൈ പോസിബിലിറ്റിയും നമ്മൾ കാണുന്നുണ്ട്. വേണമെങ്കിൽ അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് 2630 ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 2622 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഓക്കെ, കാരണം ഇന്ന് പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്ന ദിവസമാണ്, പുതിയ ആഴ്ചയാണ്. ഈ വർഷത്തെ തന്നെ ഇന്നത്തെ ദിവസത്തിനെ നമുക്ക് ഈ വർഷത്തെ ഫസ്റ്റ് ഡേ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് മാർക്കറ്റിനകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടിട്ട് ചെറിയ ലോട്ടിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 1 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ടിൽ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുവാണ്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മുടെ ഇന്ന് തുടങ്ങാനിരുന്ന പുതിയ ബാച്ച് നാളത്തേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ എല്ലാവർക്കും ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർ, അപ്പം ഇനി രജിസ്റ്റർ ചെയ്യാനുള്ള ആൾക്കാരടുത്തും എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.